സ്റ്റഡി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും തിരുപാദപീഠത്തിൽ അങ്ങയുടെ വചനം പഠിക്കാനായിട്ട് കൂടി വരുവാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ ചുറ്റും ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് ഏകാഗ്രമാക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങള് കർത്താവെ ഒരുക്കപ്പെടുകയും നല്ല നിലത്ത് വീണ വിത്ത് പോലെ അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ, മനസ്സിൽ സംഗ്രഹിപ്പാൻ, മറിയെ പോലെ ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഇന്ന് വിവിധ സ്ഥലങ്ങളിലായിരുന്ന് ഈ ബൈബിൾ ക്ലാസ് ശ്രദ്ധിക്കുന്നവരെയും അതുപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്നവരെയും എല്ലാം തൃക്കരങ്ങളിൽ തരുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം, ഞങ്ങളെ ഒരുക്കണം. അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ ചിന്തകള് കർത്താവ് ഏകാഗ്രമായിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. ആവശ്യമായ എല്ലാ കൃപയും ഞങ്ങൾക്ക് നൽകണമേ. അടിയനും ദൈവവചനം വിഭാഗിപ്പാനായിട്ട് ഏഴയെ അവിടുന്ന് ഒരുക്കണം, അവിടുന്ന് മഹത്വം എടുക്കണം. അടിയന്റെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി തികഞ്ഞു വരുവാൻ, അതേവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് വചനം സംസാരിപ്പാൻ, സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അർപ്പിപ്പാനായിട്ട് സഹായിക്കണമേ. ഈ വലിയ അത്ഭുത രഹസ്യങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനനുസൃതമായി ജീവിപ്പാൻ, പ്രത്യേകിച്ചും അത് ഗ്രഹിച്ച് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കുമാറാകണമേ. അവിടുത്തെ കൃപയിൽ പൊതിയണമേ. സകല മഹത്വവും തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായവും ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ ശേഷം 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 13-ാം അധ്യായത്തില് നാം 2 മൃഗങ്ങളെ കുറിച്ച് പഠിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് മഹാസർപ്പം എന്ന പിശാചിനെ കുറിച്ചും പിശാചിനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞതിനെ കുറിച്ചും, അവിടെ ഒരു യുദ്ധമുണ്ടായി, അവിടെ നിന്ന് തള്ളിക്കളഞ്ഞതിനെ കുറിച്ചും 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കടലിൽ സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗം അഥവാ എതിർ ക്രിസ്തുവിനെ കുറിച്ചും, പിന്നീട് 13-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 2-ാമത്തെ മൃഗം, കരയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് കയറുന്നതായിട്ട് കണ്ട മറ്റൊരു മൃഗം, അനദർ ബീസ്റ്റ്, അതായത് കള്ളപ്രവാചകൻ. ഇവരെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാലും ചില കാര്യങ്ങളിലൂടെ അതിനോടുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ തൃത്വം, പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവായ ദൈവവും ഉള്ളതുപോലെ തന്നെ പിശാച് അവൻ്റെതായ ഒരു തൃത്വം, ഒരു ദുഷ്ടതൃത്വം ഉണ്ടാക്കുന്നതായിട്ട് നാം ചിന്തിച്ചുവല്ലോ. ആ ദുഷ്ടതൃത്വത്തിന്റെ തലവനാണ് മഹാസർപ്പം എന്ന പിശാച് 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആ മഹാസർപ്പം എന്ന പിശാചിനെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തോട് സമനാകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് തള്ളപ്പെടുകയും, എന്നാൽ പിന്നീടും അവന് സ്വർഗത്തിൽ കയറി ചെല്ലുവാനുള്ള ഒരു അവകാശം ഉള്ളതായിട്ടും നാം കാണുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധന്മാരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് കുറ്റം ആരോപിക്കുന്നതിന്, അപവാദം പറയുന്നതിന് അക്യൂസറായിട്ട് അവിടെ കടന്നു എന്ന് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരെ കുറിച്ചുള്ള ദോഷങ്ങള്, കുറ്റങ്ങൾ ആരോപിപ്പാനായിട്ട് കടന്നു ചെല്ലുവാനുള്ള ഒരു അവകാശം പിശാചിനുണ്ടായിരുന്നതായിട്ട് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചെന്ന് പിശാചും നിൽക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പിശാച് അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിൽക്കുന്നത് അവിടെ നാം കാണുന്നത് ഇയ്യോബിനെ കുറിച്ച് അപവാദം പറയുവാൻ, ഇയ്യോബിനെ കൊണ്ട് കുറ്റം ആരോപിപ്പാനായിട്ട് ചെന്ന് നിൽക്കുന്നതായിട്ട് നാം കാണുന്നു. അത് തന്നെയാണ് 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നത്.
12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് മഹാസർപ്പമായ പിശാചിനെ കുറിച്ച് നാം വായിക്കുന്നു. അപ്പോൾ മഹാസർപ്പം എന്ന പിശാച് ഈ ദുഷ്ടതൃത്വത്തിന്റെ തലവനാണ്. പിതാവായ ദൈവം എപ്രകാരം വിശുദ്ധ തൃത്വത്തിന്റെ തലവനായിരിക്കുന്നു, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഫാമിലി ആയിരിക്കുന്നു, അതുപോലെ ഈവിൾ ട്രിനിറ്റിയുടെ ദുഷ്ടതൃത്വത്തിന്റെ ആ ഈവിൾ ഫാമിലിയുടെ ഹെഡാണ് മഹാസർപ്പം എന്ന പിശാച്. ആ പിശാചിനെ കുറിച്ച് നാം 12-ാം അധ്യായം പഠിക്കുമ്പോൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അനദർ ബീസ്റ്റ് ഫ്രം ദ സീ, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ടുള്ള ഒരു മൃഗത്തെ കുറിച്ച് നാം പഠിച്ചു. ആ മൃഗം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ അധർമ്മമൂർത്തിയാണ്. ദൈവത്തിന്റെ വചനം പല പേരുകളെ കൊടുക്കുന്നുണ്ട്. എതിർ ക്രിസ്തു എന്ന് പറയുന്നു. നമ്മള് മലയാളത്തിൽ സാധാരണ അന്തിക്രിസ്തു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. അത് മൃഗം, അതിന് മഹാസർപ്പം വലിയ അധികാരം കൊടുത്തു. ഹി കുഡ് ബി കോൾഡ് സൈറ്റൻ ഇൻകാർണേറ്റ്. മഹാസർപ്പത്തിന്റെ മുഴുവൻ അധികാരവും അവകാശങ്ങളോടും കൂടെ മനുഷ്യനായിട്ട് പിറക്കുന്ന ഒരുവനായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അവന് 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും വമ്പ് പറയുന്ന വായും ലഭിച്ചു എന്നൊക്കെ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. മാത്രവുമല്ല, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അവന് അവകാശം ലഭിച്ചു. അതൊക്കെ ദൈവം ഒരു പരിധിവരെ അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവനത് ലഭിക്കുന്നത്. മാത്രവുമല്ല, അവന് പിശാചിന് വേണ്ടി ഭൂവാസികളുടെ ആരാധന പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരുവനും ആയിരിക്കും എന്ന് നാം ചിന്തിച്ചു. എന്നാൽ മറ്റൊരു മൃഗത്തെ കുറിച്ച് 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ആ മറ്റൊരു മൃഗത്തെയാണ് ദൈവത്തിന്റെ വചനം കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് കള്ളപ്രവാചകൻ എന്ന് പറയുന്നില്ല എങ്കിലും ഈ 13-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ നിന്ന് കയറി വരുന്ന കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്ന, കുഞ്ഞാടിനെ പോലെ തോന്നിക്കുന്ന, എന്നാൽ മഹാസർപ്പം എന്ന പോലെ സംസാരിക്കുന്നതായിട്ടുള്ള മറ്റേ മൃഗം, അവനാണ് ഈ ആദ്യത്തെ മൃഗത്തെ അസിസ്റ്റ് ചെയ്യുന്നത്. ആ ആദ്യത്തെ മൃഗത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ആദ്യത്തെ മൃഗത്തെ ഗ്ലോറിഫൈ ചെയ്യുവാൻ, ആദ്യത്തെ മൃഗത്തിന് മഹത്വവും ആരാധനയും ഒക്കെ നേടിയെടുക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരുവനായിരിക്കും ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. അവന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യും. നാം 11-ാം അധ്യായത്തിലെ വായിക്കുമ്പോൾ 2 സാക്ഷികൾ, മോശെ ഏലിയാവും, അല്ലെങ്കിൽ മോശയെ പോലെയും ഏലിയാവിനെ പോലെയുമുള്ള 2 സാക്ഷികൾ ഭൂവാസികളോട് പ്രവചിപ്പാനായിട്ട് ദൈവം അയക്കുന്ന 2 സാക്ഷികൾ. അവര് തീ ഇറക്കി അവരുടെ ശത്രുക്കളെ കൊല്ലുകയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതേപോലെ ഈ കള്ളപ്രവാചകനും ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അത് 13-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിലാണ് നാം കാണുന്നത്. അതായത് മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കുവാനും മൃഗത്തെ നമസ്കരിക്കുവാനും മൃഗത്തെ ആരാധിപ്പാനും ഭൂവാസികളെ ഒരുക്കുന്ന ഒരുവനായിട്ടാണ് അവന്. അതിനുവേണ്ടി അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുന്നുണ്ട്, അതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാൻ കഴിവുള്ള ഒരുവനായിട്ടാണ് ഈ കള്ളപ്രവാചകൻ എന്ന 2ാമത്തെ മൃഗത്തെ നാം കാണുന്നത്. പിന്നീട് പറയുന്നു, മൃഗത്തിന്റെ 15-ാമത്തെ വാക്യം, 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇവിടെ നാം കാണുന്നത് ഒരു പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ ബലം ലഭിച്ച കള്ളപ്രവാചകൻ അല്ലെങ്കിൽ 2ാമത്തെ മൃഗത്തെയാണ്. അപ്പൊ മൃഗത്തിന്റെ പ്രതിമയെ ഉണ്ടാക്കുന്നു, ആ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുന്നു, അത് സംസാരിക്കേണ്ടതിന് ജീവൻ കൊടുക്കുവാൻ ഈ കള്ളപ്രവാചകന് കഴിയുന്നു. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഈ 1ാമത്തെ മൃഗത്തെ എല്ലാവരും ആരാധിക്കണം, നമസ്കരിക്കണം. നമുക്കറിയാം
മഹാസർപ്പം എന്ന പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ കാരണം യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവന് സ്വർഗത്തിൽ ആരാധന നേടിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. അത്യുന്നതനോട് സമനാകുമെന്നും ഉത്തര ദിക്കിന്മേൽ ഇരുന്നരളുമെന്നും സമാഗമ പർവ്വതത്തിൽ കയറുമെന്നും ഒക്കെ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ അവനെ അവന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്ന് നാം കാണുന്നു. എസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നു, അവനൊരു കെരൂബായിരുന്നു, അവന് വളരെ വിശിഷ്ടമായ മനോഹര രൂപിയായ ഒരു കെരൂബായിരുന്നു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവൻ അഹങ്കരിച്ചപ്പോൾ, അവൻ സ്വർഗത്തിൽ ആരാധന നേടിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അവന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ പുറത്താക്കപ്പെട്ട സാത്താൻ സ്വർഗത്തിൽ ആരാധന ലഭിച്ചില്ല, എന്നാൽ ഭൂമിയിൽ അവനൊരു ആരാധന ലഭിക്കണം. അതാണ് ഇനി അവന്റെ അടുത്ത അജണ്ട എന്ന് പറയുന്ന അടുത്ത ലക്ഷ്യം. എവിടെയാണ് അവൻ ഇനി ഭൂമിയിൽ ആരാധന ലഭിക്കുവാനായിട്ട്? നമുക്കറിയാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഭൂതങ്ങളെ ആരാധിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നാം വായിക്കുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പോൾ ഭൂതങ്ങളെ ആരാധിക്കുന്നവർ അങ്ങനെ ആരാധന നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ അവൻ ഏറ്റവും കാക്ഷിക്കുന്ന ആരാധന എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിച്ച യെരുശലേമിൽ പണിതിരുന്ന ആ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ അവൻ ആരാധന ലഭിക്കണം എന്നുള്ളതായിരിക്കും അവന്റെ അജണ്ട എന്ന് പറയുന്നു. അതിനുവേണ്ടിയാണ് അവൻ എതിർ ക്രിസ്തുവിനെ ഒരു മനുഷ്യരൂപത്തിൽ കൊണ്ടുവന്ന് അവന്റെ പ്രതിമ ഈ യെരുശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് വെക്കുകയും ആ പ്രതിമയ്ക്ക് ജീവൻ കള്ളപ്രവാചകൻ നൽകുകയും ഒക്കെ ചെയ്ത് ഭൂവാസികളെ തെറ്റിച്ച് കളഞ്ഞ് ഈ എതിർ ക്രിസ്തുവിനെ ആരാധിപ്പാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നവനായിരിക്കും ഈ കള്ളപ്രവാചകൻ എന്ന് പറയുന്നു. ഇതിനെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് ദൈവത്തിന്റെ വചനം വിളിക്കുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇതിനെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അബോമിനേഷൻ ദാറ്റ് കോസസ് ഡിസൊലേഷൻ, അബോമിനേഷൻ ഓഫ് ഡിസൊലേഷൻ എന്ന് പറയുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് ദാനിയേൽ പ്രവചനത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. കർത്താവ് അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ 24-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 24-15 കർത്താവ് പറയുന്നു, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, അതായത് ദാനിയേൽ 9:27 നാം കണ്ടതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്നൊക്കെ കർത്താവ് പറയുന്നു. അപ്പൊ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഗ്രേറ്റ് ട്രിബുലേഷന്റെ, അതായത് മഹോപദ്രവ കാലത്തിന്റെ ആദ്യ പകുതിയിൽ, ആദ്യത്തെ 3.5 വർഷം ഈ എതിർ ക്രിസ്തു യഹൂദന്മാരോട് വളരെ സമാധാനമായിട്ട് അവരെ വശീകരിച്ച് അവരെ വഞ്ചിക്കുന്നതിൽ പ്രധാനമായിട്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്, ഇന്ന് യെരുശലേമിൽ ഒരു കാലത്ത് ശലോമോൻ നിർമ്മിച്ചതായിട്ടുള്ള ദേവാലയം പിന്നീട് അത് നെബൂഖദ്നേസർ പൊളിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ പിന്നീട് ആ ദേവാലയം സെരുബ്ബാബേലും യോശുവയും മറ്റും കൂടെ ചേർന്ന് നിർമ്മിക്കുന്നതായിട്ട് എസ്രായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ദേവാലയം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ ഒന്നുകൂടെ ഒന്ന് പുതുക്കി പണിയുന്നത് ഹെരോദ രാജാവാണ്. ആ ദേവാലയം പുതുക്കി പണിത ആ ദേവാലയത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ചെറു പൈതലായിട്ടൊക്കെ കൊണ്ടുവന്നതും കർത്താവ് പിന്നീട് ആ ദേവാലയത്തിൽ വന്ന് അവിടുന്നാണ് നാണ്യം വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അതുപോലെ ആടുകളെയും പ്രാവുകളെയും ഒക്കെ വിൽക്കുന്നവരെയും പുറത്താക്കി കളഞ്ഞ ആ ദേവാലയം പിന്നീട് AD 70 നശിപ്പിക്കപ്പെട്ടു. അപ്പൊ ആ ദേവാലയത്തിൽ AD 70 നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ സ്ഥാനത്ത്
ഇന്ന് നിൽക്കുന്നത് ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേവാലയമാണ്. ആ ദേവാലയത്തെ AD 70 ശേഷം ഇന്നുവരെയും യഹൂദൻ അവിടെ ഒരു ദേവാലയം പണിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. യഹൂദൻ അവിടെ ഒരു ദേവാലയം പണിയുവാൻ ശ്രമിച്ചാൽ മുസ്ലിം ജനത മുഴുവൻ അതിനെ എതിർക്കുമെന്നുള്ള വലിയൊരു ഭയം അവരുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അവരതിന് ഇപ്പോൾ തുനിയുന്നില്ല, അവരതിന് ഒരുങ്ങുന്നില്ല. എന്നാൽ ഈ എതിർ ക്രിസ്തു എന്ന മൃഗം വരുമ്പോൾ അവൻ ഈ ഇസ്രായേലി പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ആരബ് കോൺഫ്ലിക്റ്റിന് ഇസ്രായേലികളും അറബികളും തമ്മിലുള്ള ആ വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം വരുത്തും. ആ പരിഹാരം വരുത്തുമ്പോഴാണ് ദേവാലയം പണിയപ്പെടുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 11-ാം അധ്യായം വായിക്കുമ്പോൾ ദേവാലയത്തെ അളക്കുക എന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അവിടെ ഒരു ദേവാലയം നിൽപ്പുണ്ട്. ആ ദേവാലയത്തെ അളക്കുക എന്ന് പറയുന്നു, വലിയൊരു ദണ്ഡ് കൊണ്ട് അളക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇതിന്റെ പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ദേവാലയം ഉണ്ടാകും. അതിന് ഒരു സമാധാന ഉടമ്പടി വഴി അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിന്, ആ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും എതിർ ക്രിസ്തു എന്ന ഈ മൃഗം ഇസ്രായേലികളുടെ യഹൂദന്മാരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നത് എന്ന് കരുതപ്പെടുന്നു. അങ്ങനെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിന് ഉപോത്ബലകമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമുക്ക് അനേക കാര്യങ്ങൾ അതിന്റെ ഉപോത്ബലകമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ ദേവാലയം നിൽക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ അതിനെ വിട്ടുമാറി അതിവിശുദ്ധ സ്ഥലം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ദേവാലയം പണിയപ്പെടും. അപ്പൊ ആ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തായിരിക്കും ഈ മൃഗത്തിന്റെ പ്രതിമ വയ്ക്കുവാനായിട്ട് പോകുന്നത്. ആ പ്രതിമയ്ക്ക് സംസാരിക്കുവാനുള്ള ശക്തി ഈ രണ്ടാമത്തെ മൃഗം എന്ന കള്ളപ്രവാചകൻ കൊടുക്കും. എന്നിട്ട് ഭൂവാസികളെ തെറ്റിച്ചു കളയും. എല്ലാവരും ആ പ്രതിമയെ നമസ്കരിക്കുവാൻ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ഭൂവാസികളെ തെറ്റിച്ചു കളയുന്നതായിട്ടുള്ള കള്ളപ്രവാചകനെയാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ആരാധന നേടുവാനായിട്ട് പിശാചിന് കഴിഞ്ഞില്ല. എന്നാൽ അവനെ ആരാധന ഭൂമിയിൽ പിടിച്ചു പറ്റുവാനായിട്ട് ശലോമോൻ പണിത ദേവാലയം നിന്ന സ്ഥലത്ത് തന്നെ പിന്നീട് സെരുബ്ബാബേലും യോശുവയും പണിത ദേവാലയം, കർത്താവായ യേശു ക്രിസ്തു കുഞ്ഞായിട്ട് ചെറു പൈതലായിട്ട് വന്ന ദേവാലയം, യേശു തന്റെ കാൽവറി ക്രൂശിലെ മരണത്തിന് മുമ്പായിട്ട് കടന്നു വന്നതായിട്ടുള്ള ആ ദേവാലയം നിന്ന സ്ഥലത്ത് പുതുതായിട്ട് പണിയുന്ന ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ മൃഗം എന്ന എതിർ ക്രിസ്തുവിന്റെ പ്രതിമ വെച്ച് അതിനെ ആരാധിക്കുവാൻ യഹൂദനെ നിർബന്ധിക്കുമ്പോൾ മാത്രമാണ്, പ്രേരിപ്പിക്കുമ്പോൾ മാത്രമാണ് യഹൂദൻ ഈ എതിർ ക്രിസ്തുവിന്റെ വഞ്ചന തിരിച്ചറിയുവാനായിട്ട് പോകുന്നത്. അപ്പോഴായിരിക്കും അവന് അപബോധനയാകവും ഹനനയാകവും നിർത്തിക്കളയുമെന്നും ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്നും ഒക്കെ ദാനിയേൽ 9:27 മത്തായി 24:15 ഒക്കെ നാം കാണുന്നു. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച്, അതായത് ദൈവം എന്ന് നടിക്കണമെങ്കിൽ ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ ഇരിക്കണം. ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പോൾ അവൻ ആ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന് വിരോധമായി തന്നെത്താൻ ഉയർത്തുന്ന ഒരു എതിരാളിയായി അവിടെ ഇരിക്കും എന്ന് നാം അവിടെ കാണുന്നു. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം എന്ന് അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തില് നാം വായിക്കുന്നു. അപ്പൊ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണം. തടുക്കുന്നവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അധർമ്മമൂർത്തി എന്ന എതിർ ക്രിസ്തു, സൺ ഓഫ് പെർഡീഷൻ,
നാശയോഗ്യനായവൻ വെളിപ്പെടാതിരിക്കുവാനായിട്ട് തടുത്തു കളയുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ നീങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സഭയിലൂടെയാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന സഭയല്ല ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് അനേക സഭകൾ ലോകത്തിലുണ്ട്. എന്നാൽ ഈ സഭകളിലൊക്കെയും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യഥാർത്ഥ ദൈവമക്കളും അവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. അവരിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഹി ഹു ഡസ് നോട്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡസ് നോട്ട് ബിലോങ് ടു ഹിം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരിലില്ലയോ അവൻ ദൈവത്തിനുള്ളവനല്ല എന്ന് നാം അവിടെ വായിക്കുന്നു. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരിൽ വസിക്കുന്നുവോ അവരാണ് ദൈവമക്കൾ, അവരുടെ കൂട്ടത്തെയാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും ആ എടുക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ദൈവജനം ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുമെന്നാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, എന്നാൽ പൂർണ്ണമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടും എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുകയില്ല. കാരണം പിന്നീട് മഹോപദ്രവ കാലത്ത് അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം കൂടാതെ പറ്റുകയില്ല. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി നീങ്ങിപ്പോയാൽ ആർക്കും ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. മഹോപദ്രവ കാലത്ത് ആളുകൾ രക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ മക്കളിൽ അധിവസിച്ചു കൊണ്ടിരുന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ച കാര്യം, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് മൃഗത്തിന്റെ, ഒന്നാമത്തെ മൃഗത്തിന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ യഹൂദന്മാർക്കായിട്ട് പണിയുന്ന യെരുശലേമിൽ പണിയപ്പെടുന്ന ആ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് വെക്കുകയും അതിനെ സംസാരിക്കുവാൻ ശക്തി നൽകിക്കൊണ്ട് കള്ളപ്രവാചകൻ എല്ലാവരെയും തെറ്റിച്ചു കളയുകയും ഭൂവാസികളെ ആ മൃഗത്തെ നമസ്കരിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ മഹോപദ്രവ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, മൃഗത്തിന്റെ പ്രതിമയ്ക്ക് അവൻ ജീവൻ കൊടുക്കും, സംസാരിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെ നാം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കാണും. എന്നാൽ ഇതിലൊക്കെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, ഒരു മുദ്ര അവനെ പിൻപറ്റുന്നവർക്ക് അവൻ കൊടുക്കും. ആ മുദ്രയെ കുറിച്ചാണ് 15 മുതൽ 13-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവൻ അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ആരാക്കുന്നു? കള്ളപ്രവാചകനാക്കുന്നു. അത് എന്ന് പറയുന്നത് കള്ളപ്രവാചകനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും മൃഗത്തിന്റെ മുദ്ര ഏൽക്കണം. അത് വലങ്കൈ മേലോ നെറ്റി മേലോ ഏൽക്കണം. അല്ലാത്തവർക്ക് വാങ്ങുകയോ വിൽക്കുകയോ കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നിട്ട് പറയുന്നു, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. 17-ാമത്തെ വാക്യത്തിന്റെ ഒടുവില് ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്ര? അതിന്റെ സംഖ്യ 666. ഇതിനെക്കുറിച്ച് 666 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുവാൻ വലിയ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പിശാചിന്റെ ബാർകോഡ് എന്നൊന്നും നമുക്ക് ആ നിലയിൽ ചിന്തിപ്പാനായിട്ട് കഴിയുകയില്ല. 6 എന്ന് പറയുന്നത് ഒരു അപൂർണതയെ കുറിക്കുന്ന ഒരു സംഖ്യയാണ്. 7 വെളിപ്പാട് പുസ്തകത്തിലും വേദപുസ്തകത്തിൽ പൊതുവെയും പൂർണ്ണതയുടെ സംഖ്യയായിട്ട് നാം കാണുന്നത്. മാത്രവുമല്ല 6 എന്ന് പറയുന്ന 6-ാമത്തെ ദിവസത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഒരു മനുഷ്യന്റെ സംഖ്യ 3 പ്രാവശ്യം 666 എന്ന് വരുന്നുണ്ട്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എതിർ ക്രിസ്തു ലോകത്തില് വരുന്നത് അവനൊരു വലിയ വൺ വേൾഡ് ഡിക്റ്റേറ്റർ ആയിട്ടായിരിക്കും. ഒരു ഒറ്റ ഗവൺമെന്റ്, ലോകമെമ്പാടും
ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ഒരു ഏകാധിപതിയായിട്ടായിരിക്കും അവൻ ഭൂമിയെ ഭരിക്കുവാനായിട്ട് പോകുന്നത്. സർവഭൂവാസികളെയും ഭരിക്കുവാൻ അവന്റെ മുദ്രയേൽക്കുന്ന, യേശുക്രിസ്തുവിന്റെ മുദ്രയേൽക്കാത്ത, എതിർ ക്രിസ്തുവിന്റെ മുദ്രയേൽക്കുന്ന എല്ലാവരെയും ഭരിക്കുന്ന ഒരു വൺ വേൾഡ് ഗവൺമെന്റ്, വൺ വേൾഡ് ഡിക്റ്റേറ്റർ ആയിട്ടായിരിക്കും അവൻ വരുന്നത്. നമുക്കറിയാം, ഇപ്പോഴും മനുഷ്യരെ ഇപ്പോൾ അവരുടെ പേര് കൊണ്ടല്ല കമ്പ്യൂട്ടറുകളൊന്നും തിരിച്ചറിയുന്നു. അവരുടെ പേര് പറയുമ്പോഴല്ല, അതിനൊരു നമ്പർ കൊടുക്കുകയാണ്. ഗവൺമെന്റുകളെല്ലാം ആ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം UID എന്നാ പറയുന്നത്, യുണീക്ക് ഐഡന്റിറ്റി എന്നാ പറയുന്നത്. ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഓരോ വ്യക്തിയെയും തിരിച്ചറിയുവാൻ ഒരു പ്രത്യേക നമ്പർ ഒരു വ്യക്തിക്ക് കൊടുക്കുക. ആ വ്യക്തി നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ ഇടപാടുകളും, സാമ്പത്തികമായാലും മറ്റെല്ലാ ഇടപാടുകളും, അമേരിക്കയിലൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നെയുണ്ട്. അവരുടെ ഇൻഷുറൻസും അവരുടെ മറ്റു കാര്യങ്ങളും എല്ലാം ആ നമ്പറുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ ഇപ്പോ ആധാർ നമ്പറും പാൻ നമ്പറും ഒക്കെ വെച്ചൊക്കെ തന്നെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. KYC എന്നൊക്കെ നമ്മൾ പറയും, നോ യുവർ കസ്റ്റമർ എന്നുള്ള ബാങ്കുകാരുടെ ഇപ്പോഴത്തെ പ്രത്യേക സംവിധാനത്തിൽ ആധാർ നമ്പറും പാൻ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് എല്ലാ ട്രാൻസാക്ഷൻസ്, നമുക്ക് റേഷൻ കാർഡിന് പോലും നമ്മുടെ ആധാർ നമ്പർ കൊടുക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നമ്പർ പ്രകാരമായിരിക്കും മനുഷ്യൻ ഇനിയും വേൾഡ് എക്കണോമി നിയന്ത്രിക്കപ്പെടുന്നത്. ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കപ്പെടുന്നത് ഒരു നമ്പർ പ്രകാരമായി. കുറെ കഴിയുമ്പോൾ ആ നമ്പർ മാറി ഒരു ചിപ്പൊക്കെ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്യും മനുഷ്യന്റെ ശരീരത്തിൽ, തൊലിയുടെ അടിയിലായിട്ട് ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട്, അത് ഒരു പക്ഷേ നെറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ വലം കൈയിലായിരിക്കാം. പിന്നെ ആ ചിപ്പ് സ്കാൻ ചെയ്താൽ മതി. ഈവൻ ഒരു പാസ്പോർട്ട് പോലും ഇല്ലാതെ വിദേശ രാജ്യങ്ങള് സന്ദർശിക്കുവാനും വിദേശ രാജ്യങ്ങളിൽ ചെല്ലുവാനും ഒക്കെ കഴിയും. ആ ചിപ്പ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ആ വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തി ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ, കുറ്റവാളിയാണോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും, എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ രാജ്യത്ത് എത്ര കാലം താമസിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ടോ, എന്തോ പഠിച്ചു എന്നെല്ലാം ഉള്ള എല്ലാ വിവരങ്ങളും തിരിച്ചറിയുവാൻ തക്കവണ്ണം വ്യക്തികൾക്ക് ഒരു നമ്പർ പ്രകാരം വ്യക്തി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, അധർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ. ഞാൻ ആ നമ്പറിനെ അധർമ്മം എന്ന് വിളിക്കുകയല്ല, പക്ഷേ ഒരു നമ്പർ കൊണ്ടായിരിക്കാം ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഇന്റർനാഷണൽ ട്രാവൽ ആയാലും ലോക്കൽ ട്രാവൽ ആയാലും ബാങ്ക് ട്രാൻസാക്ഷൻസ് ആയാലും എല്ലാം നിയന്ത്രിക്കപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതുപോലെ ഒരു ക്യാഷ്ലെസ് എക്കണോമി ആയിട്ട് ഒരു ചെക്ക്ലെസ് എക്കണോമി ഒക്കെ ലോകത്തിൽ ഉണ്ടായേക്കാം. കാരണം പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നില്ലെങ്കിൽ ആരും പണം വീട്ടിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ചെക്ക് വഴിയുള്ള ട്രാൻസാക്ഷനുമില്ല. ഓരോരുത്തരുടെയും അക്കൗണ്ടിലെ തുക ഈ നമ്പർ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടെന്ന്. അത് കൈമാറുവാനും ഒക്കെയുള്ള സംവിധാനം അങ്ങനെ ഒരുക്കപ്പെടും. അതുകൊണ്ട് തന്നെ തെഫ്റ്റ്, ലോകത്തിൽ മോഷണം ഒത്തിരി കുറയുമായിരിക്കും. വീടുകൾ ആക്രമിച്ച് കയറുകയോ ആളുകളെ കൊന്ന് പണം എടുക്കുവാനോ ഒന്നും പലപ്പോഴും ശ്രമിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം അങ്ങനെ ശ്രമിച്ചാൽ ആളുകളെ പിടിക്കപ്പെടും, അവന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഒരുത്തനെ പിടിച്ചാൽ തന്നെ അവന്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കുവാനായിട്ട് കഴിയുകയില്ല. കയ്യിൽ പണം സൂക്ഷിക്കുന്നില്ല. ഒരു ഹോട്ടലിൽ കയറിയാലും നമുക്കറിയാമല്ലോ, ഒരു കാർഡ് സ്കാൻ ചെയ്യുന്ന പോലെ ഈ ചിപ്പ് സ്കാൻ ചെയ്ത് ട്രാൻസാക്ഷൻസ് നടത്തുവാൻ കഴിയുമെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ഇത് കള്ളപ്രവാചകനായിരിക്കും, ഈ രണ്ടാമത്തെ മൃഗമായിരിക്കും ഈ വേൾഡ് എക്കണോമിയെ നിയന്ത്രിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവന് അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ മാറും. അപ്പം അവൻ വലിയൊരു സ്മാർട്ട് ആളായിട്ട്, ഹീസ് എ സ്മാർട്ട് ഗൈ എന്ന് ഭൂവാസികളൊക്കെ പറയും. കാരണം മോഷണം നടക്കുന്നില്ല, ആരെയും പിടിച്ചു പറിയോ ഒന്നും നടത്തുവാനായിട്ട് കഴിയാത്ത വിധം അങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുവാനുള്ള ആപത്ത് വിപത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവൻ വലിയ മിടുക്കനാണെന്നുള്ള നിലയിൽ അവനെ സ്വീകരിക്കുകയും അവൻ പറയുന്ന കേൾക്കുകയും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുവാനായിട്ട് കുറഞ്ഞ ഒരു കാലത്തേക്ക് ഈ മൃഗത്തിനും ഈ കള്ളപ്രവാചകനും കഴിയും. അങ്ങനെ ഒരു സംഭവമാണ് വരുവാനായിട്ട് പോകുന്നതെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഇത് ഗ്രേറ്റ് ട്രിബുലേഷന്റെ കാലത്ത്, മഹോപദ്രവ കാലത്ത്
ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവം അതിനെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ തന്നെ ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ നമ്പറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് നമുക്ക് സൂചന നൽകുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് നമ്മോട് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ പറഞ്ഞതായിട്ടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ എത്രയധികം സീരിയസ് ആയിട്ട് നാം കൈകാര്യം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്പറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ ഇനി അധികം കാലം വേണ്ടി വരികയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലോകത്തിലുള്ള എല്ലാവർക്കും കൊടുത്ത് ലോകമെമ്പാടും ഒരു ഗവൺമെന്റും ഒരു സംവിധാനവും ഒരു എക്കണോമിക് സംവിധാനവും ഒക്കെ ആകുമ്പോൾ വേൾഡ് ട്രേഡ് തന്നെ, ഒരു സ്ഥലത്ത് ഉള്ള ഭക്ഷണ സാധനങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നു, അവിടെ പട്ടിണി ഉണ്ടെങ്കിൽ അങ്ങോട്ട്, അങ്ങനെ ലോകത്തിനൊരു വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്ന വിധത്തില് കാര്യങ്ങൾ ഒരു ഏക ലോക ഗവൺമെന്റിലേക്കൊക്കെ പോവുകയാണ്. അതായത് കർത്താവിന്റെ വരവ്, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് വരുവാനിരിക്കുന്ന വലിയ വിപത്ത് എന്തൊക്കെയാണെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെ സംഭവിക്കുന്നത് മഹോപദ്രവകാലത്തിന്റെ മധ്യഭാഗത്താണ്. എന്നാൽ അതിന്റെ അവസാനത്തെ ലാസ്റ്റ് ഹാഫ് ഓഫ് ദി ട്രിബുലേഷൻ, മഹോപദ്രവകാലത്തിന്റെ അവസാന കാലത്തിലേക്ക് ലോകം പോകുന്നതാണ് 14 മുതലുള്ള അധ്യായങ്ങളിലേക്ക് നാം കാണുന്നു. 14-ാം അധ്യായം മുതൽ അവസാനത്തെ 3.5 വർഷം, നമുക്കറിയാം മഹോപദ്രവകാലം എന്ന് പറയുന്നത് ഒരാഴ്ചവട്ടം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ പറയുന്ന ഒടുവിലത്തെ ഒരാഴ്ചവട്ടം അതെന്ന് പറയുന്നത് 7 വർഷമാണ്. അതിൽ ആദ്യത്തെ 3.5 വർഷത്തിലെ കാര്യമാണ് നാം പറഞ്ഞത്. അതിന്റെ മധ്യഭാഗത്ത് സംഭവിക്കുന്ന കാര്യവും നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി അവസാനത്തെ 3.5 വർഷത്തിലേക്ക് ലോകം നീങ്ങുന്നതായിട്ടുള്ള കാലഘട്ടത്തെ കുറിച്ചാണ് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വേൾഡ് എക്കണോമി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വർഗം നിശബ്ദമായിരിക്കുന്നില്ല. ഹെവൻ ഈസ് നോട്ട് സൈലന്റ്. സ്വർഗം നിശബ്ദമായിരിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ആവശ്യത്തിന് മുന്നറിയിപ്പ് ഭൂമിയിൽ വസിക്കുന്നവർക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വർഗത്തിൽ നിന്ന് ആവശ്യത്തിന് മുന്നറിയിപ്പ്. ദൈവം എന്തെങ്കിലും ചെയ്താൽ, ദൈവം without giving enough warning, God will not bring a judgment upon the world. God will not bring a judgment upon a person without give him enough warning. ആവശ്യത്തിന് മുന്നറിയിപ്പ് കൊടുക്കാതെ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. ദൈവം ആരെയും ഒരു ശിക്ഷാവിധിയിലേക്ക് നയിക്കത്തു. ഇവിടെ അതിന്റെ വ്യക്തമായ ഒരു ചിത്രമാണ് നാം കാണുന്നത്. 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് നോക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഇവിടെ നാം വീണ്ടെടുക്കപ്പെട്ട ഒരു 144,000 പേർ മൗണ്ട് സയണിൽ, സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്നത് നാം കാണുന്നു. അവരുടെ നെറ്റിയിൽ കുഞ്ഞാടിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. ദേ ആർ സ്റ്റാൻഡിങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്ന ഒരു 144,000 പേർ. ഇവരെ കുറിച്ച് നാം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നു. 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് യഹൂദന്മാരുടെ സകല ഗോത്രത്തിൽ നിന്നും 12,000 പേർ വെച്ച് ഓരോ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രത്തിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേർ വെച്ച് 12 ഗോത്രത്തിൽ നിന്നും 144,000 പേരെ അവിടെ നാം കാണുന്നു. അവരുടെ നെറ്റിയിൽ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതായത് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഈ 144,000 പേർക്ക് മുദ്ര നൽകുന്നു. ആ 144,000 പേർ യഹൂദന്മാരുടെ എല്ലാ ഗോത്രത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരെ കുറിച്ചാണ്
ഇവിടെ പറയുന്നത്. അവരെവിടെയാണ് നിൽക്കുന്നത്? സിയോൻ മലയിൽ. സിയോൻ മല എന്ന് പറയുന്നത് നമുക്കറിയാം, ദാവീദിന്റെ നഗരം എന്നറിയപ്പെടുന്ന യെരുശലേമിനാണ് സിയോൻ മല എന്ന് പറയുന്നത്. എന്നാൽ ഈ സിയോൻ മല എന്ന് നാം ഇവിടെ ചിന്തിക്കുന്ന ഈ സിയോൻ മല സ്വർഗീയ യെരുശലേമിനെ കുറിക്കുന്നു. ഭൂമിയിലെ യെരുശലേം അല്ല, സ്വർഗീയ യെരുശലേം. ഭൂമിയിലെ യെരുശലേമിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യെബൂസ്യരുടെ കയ്യിൽ നിന്നും ദാവീദ് പിടിച്ചെടുത്തതായിട്ടുള്ള നഗരമാണ് യെരുശലേം നഗരം എന്ന് പറയുന്നത്. ദാവീദിന്റെ ഭരണകാലത്താണ്. ശൗലിന്റെ ഭരണകാലത്ത് യെരുശലേം യഹൂദന്മാരുടെ കൈവശമല്ലായിരുന്നു, യെബൂസ്യരുടെയിലായിരുന്നു. യെരുശലേം കോട്ടയൊക്കെ ദാവീദാണ് പിടിച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട്. അതിനെ അവിടെ സിയോൻ കോട്ട പിടിച്ചു എന്നാണ് അവിടെ 2 ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ നാം കാണുന്നത്. സിയോൻ കോട്ട പിടിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്വർഗീയ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സ്വർഗീയ യെരുശലേമിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേം. അപ്പോ ഈ വിശുദ്ധന്മാരായ ആളുകൾ, ഈ 144,000 പേർ, അവർ നിൽക്കുന്നത് സ്വർഗീയ യെരുശലേമിലാണ്. കർത്താവ് ഇതുവരെ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അവർ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ നിൽക്കുകയാണ്. അവരെ കുറിച്ച് നാം 7-ാം അധ്യായം പഠിച്ചപ്പോഴേ ചിന്തിച്ചു. മഹോപദ്രവ കാലത്ത് രക്ഷിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈ 144,000 പേർ. അവർ യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ സർവ ഗോത്രത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ മസിഹയായി അംഗീകരിക്കുന്ന 144,000 പേർ. അവര് മഹോപദ്രവ കാലത്ത് കർത്താവിനോടൊപ്പം ചേരുന്നതായിട്ടുള്ള, അവർ ഒരു പക്ഷെ രക്തസാക്ഷികളായി തീരുമായിരിക്കാം, അല്ലെങ്കിൽ അവർ മരണപ്പെടും. അവർ കർത്താവിനോടൊപ്പം സിയോൻ മലയിൽ നിൽക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നെറ്റിയിൽ യേശു ക്രിസ്തുവിന്റെ നാമവും പിതാവായ ദൈവത്തിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത, they are standing with Jesus Christ. യേശു ക്രിസ്തുവിനോടൊപ്പം ഭൂമിയിൽ നിന്നവരാണ്. മഹോപദ്രവത്തിന്റെ എല്ലാ വേദനകളും സഹിച്ച്, എല്ലാ കഷ്ടതയും സഹിച്ച്, പിശാചിന്റെ മുദ്ര ഏൽക്കാതെ, മൃഗത്തിന്റെ മുദ്ര ഏൽക്കാതെ, യേശു ക്രിസ്തുവിന്റെ മുദ്രയേറ്റ് ഇവിടെ നിന്നവരാണ്. നമുക്കൊരു സംശയം ഉണ്ടാകും. പിശാചിന്റെ മുദ്ര ഏൽക്കാത്തവർ, മൃഗത്തിന്റെ മുദ്ര ഏൽക്കാത്തവർക്ക് വാങ്ങാനോ കൊടുക്കാനോ കഴിയത്തില്ല. പിന്നെ അവർ എങ്ങനെ ഭക്ഷണം വാങ്ങിക്കും? പിന്നെ അവർ എങ്ങനെ മറ്റു കാര്യങ്ങൾ, അത്യാവശ്യം ജീവൻ നിലനിർത്തുവാൻ അല്പം വെള്ളം പോലും വാങ്ങിക്കുവാൻ മുദ്ര ഏൽക്കാത്തവന് കഴിയത്തില്ലെങ്കിൽ എങ്ങനെ കഴിയും? എന്നാൽ ദൈവം അവരെ വഴി നടത്തും. ഒരു പക്ഷേ അവർ പിശാചിന്റെ മുദ്ര ഏൽക്കാത്തത് കൊണ്ട് തന്നെ മരണപ്പെട്ടവരായിരിക്കാം. ഏതായാലും അവർ ഇപ്പോൾ നിൽക്കുന്നത് സിയോൻ മലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പമാണ്. അവരുടെ നെറ്റിയിൽ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ നാമവും പിതാവായ ദൈവത്തിന്റെ നാമവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 7-ാം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് മുദ്ര ഇടപ്പെട്ടതായിട്ടുള്ള 144,000 പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇന്നും പിശാചിന്റെ മുദ്രകള് അനേക സ്ഥലത്തുണ്ട്. പിശാചിന്റെ മുദ്രയുള്ള അനേക വ്യാപാരങ്ങളുണ്ട്. പിശാചിന്റെ മുദ്രയുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അത് വ്യക്തമായി ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നമുക്കറിയാനായിട്ട് കഴിയും. പിശാചിന്റെ മുദ്രയുള്ള കൊടുക്കൽ വാങ്ങലുകൾ, സത്യത്തോടെ വിദൂര ബന്ധം പോലും ഇല്ലാത്ത കൊടുക്കൽ വാങ്ങലുകൾ, അതൊക്കെ പിശാചിന്റെ മുദ്രയേറ്റ കൊടുക്കൽ വാങ്ങലുകളാണ്. മഹോപദ്രവ കാലത്ത് കാര്യം മാത്രമല്ല, ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലത്തും കർത്താവിനോട് കൂടെ നിൽക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമവും പിതാവായ ദൈവത്തിന്റെ നാമവും നെറ്റിമേൽ ധരിക്കുന്നവർ, ആ മുദ്ര ഏൽക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനോട് കൂടെ സിയോൻ മലയിൽ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് നാം അവരെ കാണുന്നത്, they are separated. ഒന്നാമത്തെ പ്രത്യേകത, they are standing with Jesus Christ. രണ്ടാമത്, അവര് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ മാലിന്യപ്പെടാത്തവരാണ്, അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. 4-ാമത്തെ വാക്യം, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. സ്ത്രീകളെ കുറിച്ചോ
ഒന്നുമല്ല അവിടെ പറയുന്നത്. പ്രോബബ്ലി ദേ മൈറ്റ് ബി അൺമാരീഡ് എന്നാണ് ചില വേദ പഠിതാക്കൾ പറയുന്നത്. അവര് വിവാഹിതരാകാത്തവരായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇവിടെ പറയുന്ന ആ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. പിന്നീട് 4-ാമത്തെ വാക്യത്തിന്റെ മധ്യഭാഗം, അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ദേ ആർ എ സെപ്പറേറ്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവര് വീണ്ടെടുക്കപ്പെട്ടവരാണ്. മാത്രവുമല്ല, അവരെ ആദ്യ ഫലമായി വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യ ഫലത്തെ കുറിച്ചൊക്കെ അറിയാം. ഫസ്റ്റ് ഫ്രൂട്ട്സ്. ഇവിടെ ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത്, ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് അവിടെ ആദ്യത്തെ ഒരു കറ്റ, 9 മുതൽ 14 വരെ, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ, ഫസ്റ്റ് ഫ്രൂട്ട്, പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ദൈവത്തിന്റെ സന്നിധിയിൽ അതിങ്ങനെ വേവ് ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതന് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായം ഉള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻ കുട്ടിയെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗം എണ്ണ ചേർത്ത് 2 ഇടങ്ങഴി നേരിയ മാവ് ആയിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗം. അടുത്ത വാക്യവും അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, വിളവെടുക്കുമ്പോൾ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടിരുന്നു. പുരോഹിതൻ അത് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ യാഗപീഠത്തിന് മുമ്പിൽ അതിനെ നീരാജനം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വേവ് ചെയ്യുന്നു. അതിങ്ങനെ കറ്റ ഇങ്ങനെ വീശുന്നു. അതിന്റെ അർത്ഥം, ആദ്യത്തെ കറ്റ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ബാക്കിയുള്ള വിളവും ദൈവത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ടാണ്. ആദ്യത്തെ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ഇനിയും വരാനുള്ളതും ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അപ്പോ ഇവിടെ ആദ്യ ഫലമായി വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ 144,000 പേർ യഹൂദന്മാരിൽ നിന്നും ആദ്യമായി വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതാണ് അതിനെ അർത്ഥമാക്കുന്നത്. പിന്നീട് വരുവാനുള്ള വിളവും ഇനിയുള്ളതും കർത്താവിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ഒരു വലിയ വിളവ് പിന്നീടും വരുവാനുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കും. നാം മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നാം കണ്ടല്ലോ, അവർ സിയോൻ മലയിൽ യേശുക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നവർ, ദേ ആർ സ്റ്റാൻഡിങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. 2, അവർ മാലിന്യപ്പെടാത്തവർ, അവരുടെ വായിൽ കളങ്കമില്ലായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഇതാണ് പത്രോസിന്റെ ലേഖനത്തിലും യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലും നാം വായിക്കുന്നു, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. There was no deceit in his mouth. അങ്ങനെയുള്ള ഒരു ആദ്യ ഫലത്തെയാണ് ഇവിടെ ഈ 144,000 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ അവർ they are standing with Jesus Christ. രണ്ടാമതായിട്ട് അവര് they are a separated group, which means they are the first fruit of the harvest. ആ വലിയ മഹോപദ്രവ കാലത്തെ വലിയ വിളവിലെ ആദ്യത്തെ ഫലമായിട്ടാണ് അവരെ കാണപ്പെടുന്നത്. എന്നാൽ അവർ ഇനിയും വരാനിരിക്കുന്ന ഒരു ഹാർവസ്റ്റിന്റെ, ഒരു വിളവിന്റെ സൂചകങ്ങൾ കൂടിയാണ് അവർ. they belong to the Lord. അവർ വീണ്ടെടുക്കപ്പെടുവാനുള്ള ജനത്തിന്റെ ആദ്യ ഫലമാണ്, മുന്നോടിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് അവരെ കുറിച്ച് പറയുന്നത്, അവർ ഒരു പാട്ട് പാടുന്ന ഗ്രൂപ്പാണ്. they are standing, they are separated and now they are singing. അവർ പാട്ട് പാടുന്നതായിട്ടുള്ള ഗ്രൂപ്പാണ്. അവര് 3-ാമത്തെ വാക്യം, അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ദൈവസിംഹാസനത്തിന് മുമ്പാകെ അവരൊരു പുതിയ പാട്ട് പാടി. എന്നിട്ട് പറയുന്നു, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. ആ പാട്ടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ന്യൂ സോങ്. അതൊരു പുതിയ പാട്ടാണ്. മറ്റാർക്കും ആ പാട്ട് പാടുവാൻ കഴിഞ്ഞില്ല. കാരണം അതുവരെ മഹോപദ്രവത്തിൽ നിന്ന് മറ്റാരും അവിടേക്ക് വന്നിട്ടില്ല. മഹോപദ്രവത്തിൽ നിന്ന്, ആ പ്രത്യേക കാലഘട്ടത്തിൽ നിന്ന്, വലിയ കഷ്ടതയിൽ നിന്ന് ആദ്യമായി വീണ്ടെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് അവരുടെ പാട്ട്, അവരനുഭവിച്ച കഷ്ടതയുടെ ആ പശ്ചാത്തലത്തിൽ അവർ പാടുന്ന പാട്ട് മറ്റാർക്കും പാടുവാനായിട്ട് കഴിയുന്നില്ല.
നമുക്കറിയാം, നാം പാടുന്ന രക്ഷയുടെ ഗാനം ദൂതന്മാർക്ക് പാടുവാൻ കഴിയുകയില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നാം കാണുന്നു, ദൂതർക്കും പാടാൻ അസാധ്യമേ അത്. ഇത് നാം പാടിയ ഒന്നാമത്തെ പാട്ടില്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ എന്നുള്ള പാട്ടില് എന്റെ ഒടുവിലത്തെ ലൈൻസ് ഇങ്ങനെയാണ്: വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമയാണ്. ഓരോരുത്തരും കഴിഞ്ഞുകൂടിയ നടന്നു വന്ന കഷ്ടതകളിൽ നിന്ന് ഉളവാകുന്ന പാട്ടുകളാണ്. നമുക്കറിയാം, അനേക ഗാനങ്ങളും ഉണ്ടായിരിക്കുന്നത് കഷ്ടതയുടെ തീച്ചുളയിലൂടെ കഴിഞ്ഞുപോയ വലിയ ഭക്തന്മാർ അനേകം പാട്ടുകൾ എഴുതിയ പാട്ടുകളെ നാമും പാടുന്നുണ്ടല്ലോ. കൊച്ചുഞ്ഞു ഉപദേശിയെ കുറിച്ചും വേട്ടമല്ല ഫിലിപ്പോസ് ഉപദേശിയെ കുറിച്ചും എം ഇ ചെറിയാൻ സാറിനെ കുറിച്ചും അതുപോലെയുള്ള അനേക ഭക്തന്മാരെ കുറിച്ചും അവര് കഴിഞ്ഞുകൂടിയ, അവർ കടന്നുപോയ കഷ്ടതകളിൽ, അവരുടെ പ്രിയപ്പെട്ടവർ മക്കൾ മരണമടഞ്ഞപ്പോൾ, അതിനുശേഷം അല്ലെങ്കിൽ വലിയ കൊടും പട്ടിണി അനുഭവിച്ചപ്പോൾ, വലിയ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഒക്കെ അവരുടെ വായിൽ പുതിയ പാട്ട് കർത്താവ് കൊടുത്തു. സങ്കീർത്തനത്തിലെ 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും 33-ാം സങ്കീർത്തനം 3:40-ന്റെ 3, 96-ന്റെ 1, 98-ന്റെ 1, 144-ന്റെ 9, 149-ന്റെ 1, ഇവിടെ എല്ലാം നാം കാണുന്നു അവർ യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടുന്നു, പുതിയ പാട്ട് പാടുന്നു. ഇങ്ങനെയാണ് കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോയ ദൈവജനം പാടുന്നതായിട്ട് നാം കാണുന്നു. അതുപോലെ ഈ ആദ്യ ഫലമായി വീണ്ടെടുക്കപ്പെട്ട മഹോപദ്രവത്തിൽ നിന്ന്, കൊടിയ കഷ്ടതയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായിട്ടുള്ളവർ കർത്താവിനോട് കൂടെ നിന്ന്, they are standing with Jesus Christ on the Mount Zion, സിയോൻ മലയിൽ നിന്ന് അവരെ മാലിന്യപ്പെടാത്തവർ, അവരുടെ വായിൽ ഫോഷ്കുണ്ടായിരുന്നില്ല, അവരൊരു പുതിയ പാട്ട് പാടുന്നു. മറ്റാർക്കും ആ പാട്ട് പഠിപ്പാനായിട്ട് കഴിയുന്നില്ല. എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടതയിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഓർക്കുക, നമുക്കൊരു പുതിയ പാട്ട് ലഭിക്കും. നമുക്കൊരു പുതിയ പാട്ട് പാടുവാനായിട്ട് കഴിയും. ഇവിടെയും എൻ്റെ നാവിൽ പുതിയ പാട്ട് എൻ്റെ യേശു തരുന്നതാൽ അവനെ ഞാൻ സ്തുതിക്കും, അവനെ ഞാൻ വാഴ്ത്തും. നമ്മുടെ വേദനകളിൽ പുതിയ പാട്ടുകൾ ഉളവാകുവാനായിട്ട് കഴിയും. പുതിയ പാട്ടുകൾ ഉണ്ടാകും. അത് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നും നാം കടന്നുപോയ വേദനയുടെ, ശോധനയുടെ തീച്ചുളയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ട ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കുമ്പോൾ വലിയ പാട്ട് പാടുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെയുള്ള ആ വലിയ പാട്ട് നാം കാണും. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിശാച് അവന്റെ സകല തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ, പിശാചിന്റെ മാസ്റ്റർ പീസായ എതിർ ക്രിസ്തു എന്ന മൃഗം ലോകത്തെ ഭരിക്കുവാനായിട്ട് അവസാനത്തെ 3.5 വർഷക്കാലം ശ്രമിക്കുമ്പോൾ, അവന് സകല സഹായഹസ്തവും നീട്ടി അവനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കള്ളപ്രവാചകൻ അവന് സഹായിയായിട്ട് വരുമ്പോൾ, ലോകം അവന്റെ പിന്നാലെ ആയിത്തീരുമ്പോൾ സ്വർഗം നിശബ്ദമല്ല. സ്വർഗത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർ പാടുന്നുണ്ട്. സ്വർഗം ഒരിക്കലും, ഹെവൻ ഈസ് നോട്ട് സൈലന്റ്. സ്വർഗം നിശബ്ദമല്ല. സ്വർഗം ചില കാര്യങ്ങൾ ഭൂമിയെ അറിയിക്കും. അതാണ് നാം ഈ 14-ാം അധ്യായത്തിലെ കാണുവാനായിട്ട് പോകുന്നത്. ഈ 14-ാം അധ്യായത്തിൽ ആദ്യം മുതൽ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നതും ആകാശമധ്യേ പ്രഘോഷിക്കുന്നതുമായ അനേകം ശബ്ദങ്ങളെ നാം ഈ 14-ാം അധ്യായത്തിൽ കേൾക്കുന്നു. അതിന്റെ അർത്ഥം, ലോകത്തിൽ ദുഷ്ടത വരുമ്പോൾ സ്വർഗം നിസ്സംഗമായോ നിശബ്ദമായോ ഇരിക്കുന്നില്ല. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ലോകത്തിൽ ഈ ദുഷ്ടത വരുമ്പോൾ എന്തുകൊണ്ട് ദൈവം മിണ്ടാതെ ഇരിക്കുന്നു? സങ്കീർത്തനക്കാരൻ തന്നെ ചോദിക്കുന്നുണ്ട്, ദൈവമേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, നീ മറഞ്ഞു നിൽക്കുന്നത് എന്ത്? പക്ഷെ ഒരിക്കലും സ്വർഗം നിശബ്ദമല്ല. ദൈവം ഇടപെടേണ്ടപ്പോൾ ഇടപെടും. ഇവിടെ വീണ്ടെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ പാടുന്ന പാട്ടാണ് നാം കേൾക്കുന്നത്. സ്വർഗം നിശബ്ദമല്ലെന്നുള്ളതിന്റെ അടുത്ത തെളിവൂടെ 6ഉം 7ഉം വാക്യങ്ങളിലൂടെ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. 14-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറോളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നൊരു വലിയ ശബ്ദം. അതെവിടെയാണ്? ആകാശമധ്യേ ഒരു ദൂതൻ പറക്കുന്നതാണ് നാം കാണുന്നത്. ഇവിടെ തുടർന്നുള്ള ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഏതാണ്ട് 6 ദൂതന്മാര് സംസാരിക്കുന്നത്, പ്രഘോഷിക്കുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. 6 ദൂതന്മാർ. അതിൽ ആദ്യത്തെ ദൂതനാണ്. ആദ്യത്തെ ദൂതൻ
ആകാശമധ്യേ പറക്കുന്നു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഇതൊരിക്കൽ സംസാരിച്ചപ്പോൾ ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, ആകാശമധ്യേ ഒരു ദൂതൻ പറഞ്ഞാൽ അത് ഏത് ഭാഷയിലായിരിക്കും പറയുന്നത്? ഏത് ഭാഷയിലായിരിക്കും? ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു പോയി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടായപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ കേട്ടു എന്ന് നാം വായിക്കുന്നത് പോലെ ആയിരിക്കും ഈ ദൂതൻ പറയുന്നതായിട്ടുള്ള നിത്യ സുവിശേഷം. ഇപ്പോ ഈ കൃപായുഗത്തിൽ ദൂതന്മാര് സുവിശേഷം അറിയിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഒക്കേഷണലി ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തില് ഇറ്റാലിയൻ പട്ടാളത്തിലെ ശതാധിപനായിരുന്ന കൊർന്നല്യോസിന്റെ അടുക്കൽ ഒരു ദൂതൻ ചെന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു ദൂതൻ ചെന്നു എന്നാ വായിക്കുന്നു. അപ്പൊ കൊർന്നല്യോസിനോട് പത്രോസിനെ വരുത്തി സുവിശേഷം കേൾക്കാനായിട്ട് പറയുന്നത് ഒരു ദൂതനാണ്. എന്നാൽ അങ്ങനെ ചില സ്ഥലങ്ങളിൽ ദൂതന്മാർ ഇന്റർവ്യൂ ചെയ്യുമായിരിക്കാം, ഇടപെടുമായിരിക്കാം. എന്നാൽ ദൂതന്മാർ പ്രകടമായി ഈ സുവിശേഷം അറിയിക്കുന്നത്, നമ്മെ ഈ സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ ദൂതന്മാരെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കപ്പെടുവാൻ. നമ്മെ സുവിശേഷം ഏൽപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ലോകത്തില് അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കപ്പെടാതെ പോകും. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് പറയുന്നു, സകല ജാതിയോടും ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പൊ അവസാനം വരുന്നതിന് മുമ്പായിട്ട് സകല ജാതിയും സകല ഗോത്രവും വംശവും സുവിശേഷം അറിയണം. അത് തന്നെയാണ് ഇവിടെ നാം കാണുന്നത്. ഭൂവാസികളായ 6-ാമത്തെ വാക്യം, ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ ആകാശമധ്യേ പറക്കുന്ന ആ ദൂതന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായി. അപ്പൊ ഒരു നിത്യ സുവിശേഷം ആ ദൂതൻ സകല ജാതിയോടും സകല ഗോത്രത്തോടും സകല ഭാഷയോടും വംശത്തോടും പറയും. അതിനുശേഷമേ അവസാനം വരുവാനായിട്ട് കഴിയുകയുള്ളൂവല്ലോ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നു. അപ്പോൾ ആകാശമധ്യേ പറക്കുന്ന ദൂതൻ എല്ലാവരോടും പറയും, എന്താണ് ഈ നിത്യ സുവിശേഷം? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് ഇറ്റേണൽ ഗോസ്പൽ? ഈ നിത്യ സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാം. 7-ാം വാക്യം, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അത്യുച്ചത്തിൽ, ആരും കേട്ടില്ലെന്ന്. ദൈവം മുമ്പേ പറഞ്ഞതുപോലെ ദൈവം ഭൂമിയുടെ മേൽ ഒരു ന്യായവിധി അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ന്യായവിധി അയക്കുമ്പോൾ, അവൻ ആവശ്യത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് മാത്രമേ ദൈവം ആ ശിക്ഷാവിധി അവന്റെ മേൽ അയക്കത്തുള്ളൂ, അല്ലാതെ അയക്കും. അതുകൊണ്ട് വലിയ ശിക്ഷാവിധി, ഇനി ക്രോധ കലശങ്ങൾ അൺലീഷ് ചെയ്യപ്പെടുവാൻ, ഭൂമിയുടെ മേൽ ഒഴിക്കുവാനായിട്ട് പോവുകയാണ്. വലിയ ന്യായവിധി ഭൂമിയുടെ മേൽ വരുവാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ദൈവം ആകാശമധ്യേ പറക്കുന്ന ഒരു ദൂതൻ മുഖാന്തരം സകല ജാതിയോടും സകല ഗോത്രത്തോടും സകല ഭാഷക്കാരോടും സകല വംശക്കാരോടും നിത്യ സുവിശേഷം അറിയിക്കുന്നു. എന്താണ് അറിയിക്കുന്നത്? ദൈവത്തെ ഭയപ്പെടുക. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ കാതൽ അതാണ്, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിനെന്നും പറഞ്ഞ് പലതിനും മഹത്വം കൊടുക്കുന്നവരുണ്ട്. ദൈവത്തിനെന്ന് പറഞ്ഞ് മനുഷ്യർക്ക് മഹത്വം കൊടുക്കുന്നവരുണ്ട്. ദൈവത്തിനെന്ന് പറഞ്ഞ് വിഗ്രഹങ്ങൾക്ക് മഹത്വം കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ, അവനെ ആരാധിപ്പീൻ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. സ്വർഗം നിശബ്ദമല്ല, സ്വർഗം വിളിച്ചു പറയുന്നുണ്ട്. ആരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ അന്ത്യന്യായവിധിക്കായിട്ട് നിൽക്കുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യന് പോലും, ഏത് കാലത്തും ഏത് തലമുറയിലും എവിടെയും ജീവിച്ച ഒരു മനുഷ്യന് പോലും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എനിക്കറിയില്ലായിരുന്നു, അല്ലെ ഞാൻ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവമേ അങ്ങേ സ്വീകരിക്കുമായിരുന്നു, അങ്ങേക്ക് മഹത്വം തരുമായിരുന്നു എന്ന് പറയുവാൻ ഒരു മനുഷ്യനും കഴിവില്ലാത്ത വിധം ദൈവം എല്ലാവരോടും വാസ്തവമായി തന്റെ വെളിച്ചം, തന്റെ രക്ഷയുടെ സന്ദേശം, താൻ ദൈവമാണെന്നുള്ള സന്ദേശം, ദൈവത്തെ ഭയപ്പെടുവാനുള്ള സന്ദേശം, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള സന്ദേശം ദൈവം സകല മനുഷ്യരെയും അറിയിച്ചുകൊണ്ടിരിക്കും.
അതിന്റെ തെളിവാണ് ഇവിടെ അന്ത്യ സമയത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യമാണെങ്കിലും അതിപ്പോഴും ദൈവം, അത് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഭൂമിയുടെ ആരംഭം മുതൽ തന്റെ ദിവ്യ ശക്തിയും അദൃശ്യ ലക്ഷണങ്ങളും മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്ന് റോമർ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം 19 മുതൽ നമുക്ക് വായിക്കാം. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ആർക്കാണ്? സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്ക് വെളിവായിരിക്കുന്നു. പിന്നെ 19-ാമത്തെ വാക്യം, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. 20-ാമത്തെ വാക്യം, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായിട്ട് വെളിപ്പെട്ടു വരുന്നു. ദൈവം എല്ലാവർക്കും വെളിപ്പെട്ടു കൊടുത്തിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, സ്വർഗം നിശബ്ദമല്ല. ദൈവം ആവശ്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നു. പിശാചിന്റെ മുദ്ര ഏൽക്കാതെ, മൃഗത്തിന്റെ മുദ്ര ഏൽക്കാതെ ദൈവത്തിന്റെ മുദ്ര ഏൽക്കുന്നവരെ ദൈവം വീണ്ടെടുക്കും. അവർ ഇവിടെ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോയാലും അവർക്ക് പാടുവാനായിട്ടൊരു പുതിയ പാട്ട് ദൈവം അവരുടെ നാവിൽ കൊടുക്കും. മറ്റാർക്കും പാടുവാൻ കഴിയാത്ത വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേയാണ്. ആ സ്വർഗീയ യെരൂശലേമിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി കർത്താവിനോട് കൂടെ നിന്നുകൊണ്ട്, സ്റ്റാൻഡിങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് as the redeemed people of God, separated from the world, ലോകത്തിൽ നിന്ന് വേർപെട്ടവരായി, വീണ്ടെടുക്കപ്പെട്ടവരായി അവന്റെ മുമ്പിൽ നിന്ന് ആ പാട്ടുകൾ പാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.